ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026-ൽ നിലവിൽ വന്ന യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസികൾ എന്താണെന്നും അതുപോലെ നിലവിൽ എന്തൊക്കെയാണ് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസികൾ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലരും ഇന്ന് നമ്മുടെ ചാനലിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പല രീതികളിലൂടെയാണ് പല പല പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. പല പുതിയ ക്രിയേറ്റേഴ്സാണ് ഇന്ന് ആ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ യൂട്യൂബിൽ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് വളരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും യൂട്യൂബിന്റെ എല്ലാ മോണിറ്റൈസേഷൻ പോളിസികളും അറിഞ്ഞ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഇന്ന് മോണിറ്റൈസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് 2026-ൽ നിലവിൽ വന്ന യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസികളെന്നും അതുപോലെ ഇതുവരെ എന്തൊക്കെ പോളിസികളാണ് യൂട്യൂബിൽ നിലവിൽ വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സിനായിരിക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. 2026-ൽ നിന്ന് നമ്മൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസികൾ ചേഞ്ച് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 2026-ൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് നിലവിലെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് വഴി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വാച്ച് അവറിലൂടെ, അത് ലോങ് വീഡിയോസിലൂടെയോ ലൈവ് സ്ട്രീമിലൂടെയോ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ പലർക്കും ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത്, അവരെന്നോട് ചോദിക്കുന്നത്, ചേച്ചി ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒരുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഷോർട്ട് വീഡിയോസിലൂടെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ലോങ് വീഡിയോസിന് കൂടെ മോണിറ്റൈസേഷൻ ആകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മുഴുവനായിട്ട് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. അല്ലാതെ ഷോർട്സിന് മാത്രമായിട്ട് മോണിറ്റൈസേഷൻ അങ്ങനെ ലഭിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഷോർട്സ് വഴിയായിരിക്കും നിങ്ങളുടെ ചാനലിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയതെന്ന് വിചാരിക്കുക. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കുന്നത് അവരുടെ ഷോർട്സ് മാത്രമായിരിക്കും യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. യൂട്യൂബ് നമ്മുടെ ഫുൾ ചാനലാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ചാനലിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടോ, ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിൽ ലൈവ് സ്ട്രീം, ലോങ് വീഡിയോസ് ആണെങ്കിൽ ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഷോർട്ട് വീഡിയോസ്, അങ്ങനെ എല്ലാം നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ തരുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയാം. അതിനു മുമ്പായിട്ട് നിലവിലെ എന്താണ് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസിലൂടെയോ നിങ്ങളുടെ ചാനലിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ലോങ് വീഡിയോസ് വഴി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് 4000 വാച്ച് അവർ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകണം. അതുപോലെ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് കംപ്ലീറ്റ് ആകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അല്ല, നിങ്ങൾ ഷോർട്ട് വീഡിയോസിലൂടെയാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ 10 മില്യൺ വ്യൂസ് വിത്തിൻ 90 ഡേയ്സ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വഴിയുള്ള മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതും ഇതുപോലെ തന്നെയാണ്. 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ വ്യൂസും വിത്തിൻ 90 ഡേയ്സ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതാണിപ്പോൾ നിലവിലെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി അതിൽ മറ്റൊരു കാര്യവും കൂടെ പറയും. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ വാച്ച് അവർ എനിക്ക് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ 4000 വാച്ച് അവർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഏൺ പേജിൽ നോക്കുന്ന സമയത്ത് എനിക്ക് അത്രയും വാച്ച് അവർ കാണുന്നില്ല. എൻ്റെ വാച്ച് അവർ എന്ത് ചെയ്തു, അവിടെ കാണിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇടുന്ന ലോങ് വീഡിയോസിന്റെയോ അല്ലെങ്കിൽ ലൈവിന്റെയോ വാച്ച് അവർ നമുക്ക് ഏൺ പേജിലോട്ട് അപ്ഡേറ്റ് ആവുന്നത് 5 മുതൽ 7 ദിവസത്തിന് അകം വരെയാണ്. 5 മുതൽ 7 ദിവസം ആവുമ്പോഴാണ് നമ്മൾ ഇന്നിട്ട വീഡിയോയുടെ ആ ഒരു വാച്ച് അവർ നമ്മുടെ ഏൺ പേജിൽ കൗണ്ടായി വരുന്നത്. അതുപോലെ തന്നെയാണ് ഷോർട്സിന് നമുക്ക് ഇന്ന് കിട്ടിയ വ്യൂസ് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിലെ ഏൺ പേജിൽ ആ ഒരു കോളത്തിൽ അപ്ഡേറ്റ് ആയി വരണം എന്നുണ്ടെങ്കിൽ 5 മുതൽ 7 ദിവസം വരെ സമയമെടുക്കുന്നതാണ്.
അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ആ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വാച്ച് അവറും വ്യൂസും ഒക്കെ നോക്കുന്നത് YT സ്റ്റുഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്ന YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഏൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണിക്കുന്ന ആ ഒരു കോളം കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അനലിറ്റിക്സിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ലാസ്റ്റ് 28 ഡേയ്സിൻ്റെ അനലിറ്റിക്സ് ആണ്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമുക്ക് 28 ഡേയ്സ് ആകുമ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഏൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള വാച്ച് അവറും വ്യൂസും. ഇനി മറ്റൊരു കാര്യം പറയാം. നിങ്ങളുടെ ചാനലിൽ ലോങ് വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് ഗൂഗിൾ ആഡ്സ് വഴി പേ ചെയ്ത് നിങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്സോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്ന ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ആഡ്സ് വഴി നിങ്ങൾ ക്യാഷ് കൊടുത്ത് നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ തന്നെ കാണും. പക്ഷേ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്ന വാച്ച് അവറോ വ്യൂസോ ഒന്നും മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ആക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ക്യാഷ് വെറുതെ പോവുകയുള്ളൂ. നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള വ്യൂസും വാച്ചവറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രൊമോട്ട് ദിസ് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ചേച്ചി, നമുക്ക് ക്യാഷ് കൊടുത്ത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നിലെ ഈ ഒരു സത്യാവസ്ഥ ഇതാണ്. നിങ്ങൾ ക്യാഷ് കൊടുത്ത് നിങ്ങളുടെ വീഡിയോസോ ഷോർട്സോ ഒക്കെ ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി കിട്ടുന്ന വ്യൂസും വാച്ച് അവറും ഒന്നും നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ആക്കുന്നതല്ല. നമ്മൾ പലരും ചെയ്യുന്നത് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. പക്ഷെ അത് നമുക്ക് ഇതുവഴി സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൽ ഒരു ആക്റ്റീവ് സ്ട്രൈക്കും ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളൊന്നും നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. സ്ട്രൈക്കോട് കൂടിയാണ് നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷനിൽ നിന്നും റിജക്റ്റ് ആവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ചാനലിൽ വാർണിംഗ് സ്ട്രൈക്കാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ല, മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനലിൽ യാതൊരു വിധമായ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട് നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവുന്നതാണ്. അപ്പോൾ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നും അതുപോലെ റീയൂസ്ഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത് എന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂട്യൂബിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളുടേതായിട്ടുള്ള ഹ്യൂമൻ ടച്ച് ഉൾപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നമ്മുടെ ചാനൽ വഴി, അതായത് വീഡിയോസിനായിരുന്നാലും ഷോർട്സിനായിരുന്നാലും നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അത് ഇപ്പോൾ ഹ്യൂമൻ ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. ഹ്യൂമൻ ടച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങളുടെ ഫേസ് കാണിച്ചിരിക്കണം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോയിൽ ഉടനീളം നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റെവിടെന്നെങ്കിലും ഒക്കെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിന് ബാക്ക്ഗ്രൗണ്ടിൽ സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചാനൽസിന് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതല്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങളുടെ അതായത് നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോസിൽ നിങ്ങളുടെ ഫേസ് കാണിക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ചാനലിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ 3rd സ്റ്റെപ്പ് എനേബിൾ ചെയ്യണം.
അത് രണ്ടും എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്നും അതുപോലെ നമ്മുടെ ചാനൽ ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റിയിലെ 3rd സ്റ്റെപ്പ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ള കാര്യവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ അപ്പോൾ എന്താണ് യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസികളെന്നും മാറിക്കൊണ്ടിരിക്കുന്ന മോണിറ്റൈസേഷൻ പോളിസി എന്നുള്ള കാര്യം ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല, അതുപോലെ നിങ്ങൾക്ക് ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു അത് നിങ്ങൾക്ക് റെഡിയാക്കാൻ അറിയില്ല, റീയൂസ്ഡ് കണ്ടന്റ് വന്നു അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.